കാലത്തെഴുന്നേറ്റ് ഒരു കട്ടൻ ചായക്കൊപ്പം വർത്തമാന പത്രം ചവച്ചരയ്ക്കുന്ന മലയാളി. അത് വീടിന്റെ ഉമ്മറ മുതൽ ചായക്കട വരാന്ത വരെ എവിടെയുമാകാം. അടിയന്തരാവസ്ഥ കാര്യമൊക്കെ ഞാൻ അന്ന് പേപ്പറൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ മസിന്റെ മന്ത്രിസഭയുടെ കാര്യം. റേഡിയോ വന്നതോടെ വാർത്തയെ കേൾക്കാൻ തുടങ്ങി മലയാളി. ഗൃഹാതുര സ്മരണയായി റേഡിയോ മാറുമ്പോഴും ഹക്കീം കൂട്ടായുടെയും ഗോവന്റെയും എല്ലാം ശബ്ദം തെളിമയോടെ മനസ്സിൽ. ബാബറി മസ്ജിദ് തകർന്നതും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ മരണവും എല്ലാം റേഡിയോയിലൂടെയാണ് കേട്ടത്. കാഴ്ചയും കേൾവിയും കൊണ്ട് വാർത്തയിലേക്ക് കൂടുതൽ അടുത്തു മലയാളി. ദൂരദർശനിൽ നിന്ന് ഒരു ഡസനോളം വാർത്താ ചാനലിലേക്ക് കേരളം വളർന്നു. പെരുമൺ ദുരന്തവും കാർഗിൽ യുദ്ധവും നമുക്ക് ടി വിയിലൂടെ ലൈവായിട്ട്. സെക്കൻഡിന് വിലയുള്ള കാലത്ത് ജീവിക്കുന്ന മലയാളിക്ക് ക്യാപ്സ്യൂൾ വാർത്തയുമായി നവമാധ്യമങ്ങളെത്തി. വെബ് പോർട്ടലുകളും ഫേസ്ബുക്കും വാട്സാപ്പുമെല്ലാം അപ്പോൾ വിരൽത്തുമ്പിൽ വാർത്തകൾ എത്തിച്ചു. 2014 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതും 2015 കേജ്രിവാൾ ഡൽഹിയിൽ അധികാരത്തിൽ വന്നത് നോട്ടബിൾ ആയിട്ടുള്ള ന്യൂസ് ആയിട്ട്. അറിയാനുള്ള അവകാശത്തിന് പിടിവീഴുന്ന ഇക്കാലത്ത് മലയാളിയുടെ വാർത്താശീലം മങ്ങിയില്ലെന്ന് ചുരുക്കം. കാലം മാറുന്നതിനനുസരിച്ച് മാധ്യമങ്ങൾ മാറി. പക്ഷേ മലയാളിയുടെ വാർത്താശീലത്തിന് മാറ്റമൊന്നുമില്ല. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഉമർ എടപ്പാളിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.